ഹായ് ഹലോ, ഞാൻ ഡോക്ടർ ഉണ്ണിമായ. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്, നമ്മളിൽ പലരും ഇമോഷണൽ ഇംബാലൻസ് വന്നു കഴിഞ്ഞാൽ ഒരു ഡിസിഷൻ എടുക്കാൻ ബുദ്ധിമുട്ടുന്ന ആൾക്കാരായിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മളിൽ പലരും സിറ്റുവേഷൻ വൈസോ അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളിലേക്ക് തന്ന എന്തെങ്കിലും ഒരു സ്റ്റിമുലസിന്റെ ആഫ്റ്റർ എഫക്ട് പ്രകാരമോ ഒരു ഇമോഷണൽ പീക്ക് സ്റ്റേജിൽ എത്തുകയാണെങ്കിൽ ചിലപ്പോൾ അതൊരു ഭയങ്കര ദേഷ്യമായിരിക്കാം, അല്ലെങ്കിൽ വിഷമമായിരിക്കാം, അല്ലെങ്കിൽ ആൻസൈറ്റി സ്ട്രെസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഷോക്ക് ആയിരിക്കാം, വാട്ട് എവർ. പുറത്തു നിന്നുള്ള എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട്, ആരെങ്കിലും പറഞ്ഞതാവാം, സിറ്റുവേഷൻ ആവാം, അല്ലെങ്കിൽ വാട്ട് എവർ, എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് നമ്മൾ അത്തരത്തിൽ ഇമോഷണൽ ഇംബാലൻസ് സംഭവിച്ച ഒരു പീക്ക് സ്റ്റേജിൽ എത്തുമ്പോൾ നമുക്ക് അതൊരു ക്രിട്ടിക്കൽ സ്റ്റേജ് ആണ്. നമുക്ക് ചില തീരുമാനങ്ങൾ എടുക്കണം, അല്ലെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. പക്ഷെ ഒരു തീരുമാനം എടുക്കാനോ അവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനോ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല എങ്കിൽ നമ്മൾ എത്തരത്തിലാണ് ആ ഇമോഷനെ ബാലൻസ് ചെയ്തുകൊണ്ട് ഡിസിഷൻ എടുക്കുക, അല്ലെങ്കിൽ അവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. പലപ്പോഴും പല ആൾക്കാരും ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഈ ഇമോഷൻ വന്നു കഴിഞ്ഞാൽ എത്തരത്തിൽ കൺട്രോൾ ചെയ്യണം എന്ന ഒരു കാര്യം. അപ്പൊ ചിലർക്ക് അത് ഭയങ്കര കലിയായിട്ടാണ് വരിക, ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ദേഷ്യം വരും. ദേഷ്യം വരുമ്പോ അവര് എന്താണോ അപ്പൊ മനസ്സ് തോന്നുന്ന കാര്യം അതങ്ങ് വിളിച്ചു പറയും. ചിലപ്പോൾ അവരത് ചിന്തിച്ച് പറയുന്നതായിരിക്കില്ല, അപ്പോഴത്തെ ദേഷ്യത്തിന്റെ പുറത്ത് എന്താണോ വായിൽ വരുന്നത് അത് അതേപോലെ വിളിച്ച് പറയുന്നതായിരിക്കും. പക്ഷെ ഇത്തരത്തിലുള്ള ആൾക്കാർ ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ആരോടാണോ പറയുന്നത് ആ വ്യക്തിയിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻ ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ അത് പുറത്തേക്ക് കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആശ്വാസം കിട്ടുമായിരിക്കും. പറഞ്ഞതിന് കുറ്റബോധം ഉണ്ടെങ്കിലും ആ ഒരു പീക്ക് സ്റ്റേജിന്റെ അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവില്ല, നിങ്ങൾ അത് പുറത്തേക്ക് തള്ളി. പക്ഷെ ഇത് ആരോടാണോ പറയുന്നത് ആ വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിക്ക് ആ ഒരു ഇമോഷനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് പ്രോപ്പർ ആയിട്ട് അറിയില്ല എങ്കിൽ അത് ചിലപ്പോ വളരെ ഒരു മോശമായ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ദേഷ്യം പുറത്തേക്ക് നിങ്ങൾ കൺട്രോൾ ഇല്ലാതെ പുറത്തേക്ക് പുറന്തള്ളുമ്പോൾ ആ കേട്ട് നിൽക്കുന്ന വ്യക്തിക്ക് ആ ഒരു ഇമോഷണൽ പീക്ക് സ്റ്റേജ് വരികയും ആ വ്യക്തിക്ക് അത് കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ, അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ അറിയില്ല എങ്കിൽ അവരത് എത്തരത്തിൽ കൈകാര്യം ചെയ്യുമെന്ന് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. ഇനി അതേപോലെ തന്നെ നിങ്ങളൊരു ഭയങ്കര സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റിയിൽ ഇരിക്കുകയാണ്, എന്നാൽ നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ കഴിയുന്നില്ല. എല്ലാ കേസിലും നമുക്ക് ഈ ഒരു ടെക്നിക്ക് ഫോളോ ചെയ്യാം കേട്ടോ. അപ്പൊ എന്താണ് ടെക്നിക്ക് എന്ന് ഞാൻ പറയാം. ഇതൊരു മെഡിറ്റേഷൻ ആണ്. അപ്പൊ ഈ ഒരു മെഡിറ്റേഷൻ, സാധാരണ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ പറയും നമ്മളൊരു ആരുടെയും ശല്യം ഇല്ലാതെ വളരെ കാമായിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് ചെയ്യണം എന്നുള്ളത് ശരിയാണ്. നമുക്ക് പെട്ടെന്ന് അതിന്റെ ഒരു എഫക്റ്റ് കിട്ടും. പക്ഷെ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ നമുക്ക് എപ്പോൾ വരും എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു മെഡിറ്റേഷൻ നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് ഒരു ഓടുന്ന ബസ്സിൽ നിന്നാണെങ്കിലും, ബാങ്കിലായിക്കോട്ടെ, പബ്ലിക് പ്ലേസ്, വേറെ എയർപോർട്ടോ റെയിൽവേ സ്റ്റേഷനോ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് നിന്നിട്ടാണെങ്കിൽ നിന്നിട്ട്, ഇനി ഇരിക്കാൻ അവിടെ സ്പേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരിക്കാം, നോ പ്രോബ്ലം. നിങ്ങൾ എവിടെയാണോ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് നിങ്ങൾക്ക് വരുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് ഈ മെഡിറ്റേഷൻ ഫോളോ ചെയ്യാവുന്നതാണ്. ആൻഡ് നിങ്ങൾക്ക് ഉള്ള സമയം എത്രയാണോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈം ആ ടൈം ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് ഒരുപാട് ടൈം അവൈലബിൾ ആണ് എങ്കിൽ മിനിമം ഒരു 15 മിനിറ്റ്സ് എങ്കിലും ചെയ്യാം. ഓരോരുത്തരുടെ മൈൻഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും മെഡിറ്റേഷൻ എങ്ങനെ എഫക്ട് ചെയ്യുന്നുള്ളത്. ചിലർക്ക് പെട്ടെന്ന് തന്നെ അത് എഫക്ട് ചെയ്യും, ചിലർക്ക് ചിലപ്പോൾ കുറച്ച് ടൈം അധികം വേണ്ടി വരും. അപ്പം നിങ്ങൾക്കൊരു റിലാക്സേഷൻ കിട്ടുന്നവരെ നിങ്ങൾക്ക് ആ ഒരു മെഡിറ്റേഷൻ ചെയ്യാം. അത് ചെയ്തതിന് ശേഷം നിങ്ങളുടെ മൈൻഡ് കാം ഡൗൺ ആകുകയും അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാം. കാരണം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, നിങ്ങളൊരു ഭയങ്കര കലി തുള്ളി നിൽക്കുന്ന സമയത്താണെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഒരു 15 മിനിറ്റ് ഇതൊന്ന് ചെയ്ത് നോക്കുക. ആ ഒരു കലി നിങ്ങൾക്ക് ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ ആ കലിയിൽ നിങ്ങൾ സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ വിളിച്ച് പറയാന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇത് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും വിളിച്ച് പറയില്ല, നിങ്ങൾ പോയിന്റ് മാത്രമേ പറയുള്ളൂ. ചിലപ്പോൾ നിങ്ങൾ പറയുന്നേ ഇല്ല. ഓക്കെ, ഇനി നിങ്ങളൊരു ഭയങ്കര വിഷമം പിടിച്ചിട്ടുള്ള സമയമാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഈ വളരെയധികം ഈ കലി വരുന്ന ആൾക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവര് ഇമോഷൻ പുറന്തള്ളുന്നത് കൊണ്ട് തന്നെ ഒരു മറ്റുള്ള ചിന്തകളൊന്നും അവരിലേക്ക് അധികം വരില്ല. പക്ഷെ ഈ ഡിപ്രഷൻ പോലെയുള്ള കേസിൽ, വിഷാദം പോലെയുള്ള കേസിൽ എന്താ വെച്ചാൽ അവർ ഇമോഷനെ അങ്ങനെ പുറന്തള്ളുന്നില്ല. അവർ കൂടുതലായിട്ടും ഇരുന്ന് ചിന്തിച്ചു കൂട്ടുകയും അതുപോലെ തന്നെ ആ ഒരു ഇതിലേക്ക് ഒതുങ്ങിപ്പോവുകയും ചെയ്യുന്നു. അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ടുള്ള വിഷമം അല്ലെങ്കിൽ ഒരു ഇമോഷണൽ പീക്ക് സ്റ്റേജ് വരുന്ന സമയത്ത് അവര് തിങ്ക് ചെയ്യാണ് ചെയ്യുക. അവിടെ റിയാക്ഷൻ ഇല്ല, അവരിങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അവിടെ പല ചിന്തകളും വന്നു വരാം. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ചു നേരം ഇങ്ങനെ ഒന്ന് ചെയ്ത് മൈൻഡിനെ റിലാക്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിൽ അനാവശ്യമായി വന്ന ചിന്തകൾ അവിടെ നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ചിന്തയിൽ ഇരിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ കഴിയും. എന്ന് വെച്ചാൽ നിങ്ങൾ എടുക്കുന്ന പല മോശമായിട്ടുള്ള ഡിസിഷൻസും നിങ്ങൾക്ക് അവിടെ വേണ്ട എന്ന് തന്നെ വെക്കാൻ കഴിയും.
ഇനി അതുപോലെ തന്നെ നിങ്ങളൊരു സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റിയിലാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്കൊരു പ്രോപ്പർ ഡിസിഷൻ എടുക്കണമെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഭയത്തിന്റെ പുറത്ത് വേണ്ടാന്ന് വെക്കുന്ന നല്ല കാര്യങ്ങൾ നിങ്ങൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് തന്നെ തിരഞ്ഞെടുക്കാനുള്ള ഒരു ധൈര്യം നിങ്ങൾക്ക് അവിടെ കിട്ടും. അപ്പൊ എന്തായാലും നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോകാം. ഈ മെഡിറ്റേഷൻ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഏതൊരു ക്രിട്ടിക്കൽ സ്റ്റേജിലും പബ്ലിക് പ്ലേസിലായിരുന്നാൽ പോലും നമുക്കിത് ചെയ്യാൻ പറ്റും. ഇനി അതല്ല നിങ്ങൾ വീട്ടിലാണ്, നിങ്ങൾക്ക് ഇതുപോലെ ഒരു റൂമിൽ കംഫർട്ട് സോൺ കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് റൂമിൽ ഇരുന്നു കൊണ്ടും ഈ ഒരു മെഡിറ്റേഷൻ ചെയ്യാം. അപ്പോൾ ഇത് ചെയ്യേണ്ട രീതി ഇങ്ങനെയാണ്. കണ്ണുകൾ പതുക്കെ അടച്ച് നോർമൽ ബ്രീത്തിങ് ചെയ്യുക. അതായത് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, ശേഷം ശ്വാസം പുറത്തേക്ക് വിടുക. ഇത്തരത്തിൽ 2 തവണ നോർമൽ ബ്രീത്തിങ് ചെയ്തതിന് ശേഷം പതുക്കെ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ബ്രീത്ത് ഹോൾഡ് ചെയ്യുക. ബ്രെത്ത് ഹോൾഡ് ചെയ്തിട്ട് 1 2 3 4 ദെൻ പതുക്കെ വായി കൂടെ ശ്വാസം പുറത്തേക്ക് കളയാം. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു. ദെൻ 1 2 3 4 ശ്വാസം പുറത്തേക്ക് വായി കൂടെ പുറന്തള്ളുന്നു. അഗെയിൻ വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു. നമ്മൾ ബ്രെത്ത് ഹോൾഡ് ചെയ്തുകൊണ്ട് 1 2 3 4 വായി കൂടെ ശ്വാസം പുറത്തേക്ക് കളയുന്നു. അപ്പോൾ ഇത്തരത്തിലാണ് ഈ ഒരു മെഡിറ്റേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ഈ മെഡിറ്റേഷൻ ചെയ്തിട്ട് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യേണ്ടത് നമ്മൾ തുടക്കത്തിൽ ചെയ്ത പോലെ തന്നെ നിങ്ങൾക്ക് റിലാക്സേഷൻ കിട്ടുന്ന വരെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് 10 മിനിറ്റ്സോ 15 മിനിറ്റ്സോ എത്ര വേണമെങ്കിലും ചെയ്യാം. റിലാക്സേഷൻ കിട്ടുന്ന വരെയാണ് ഇതിൻ്റെ ഒരു ടൈം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ നിങ്ങളിത് ചെയ്തതിന് ശേഷം ഇത് എൻഡ് ചെയ്യുന്ന സമയത്ത്, ഫിനിഷ് ചെയ്യുന്ന സമയത്ത് വീണ്ടും നോർമൽ ബ്രീത്തിങ് ചെയ്തതിന് ശേഷം എൻഡ് ചെയ്യുക. അതായത് ഇത് സ്റ്റോപ്പ് ചെയ്ത് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പുറത്തേക്ക് കളയാം. അങ്ങനെ ഒരു നോർമൽ ബ്രീത്തിങ് 2 3 തവണ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് വളരെ സ്ലോലി മാത്രം കണ്ണുകൾ തുറക്കുക. കണ്ണുകൾ തുറന്നതിന് ശേഷം നിങ്ങൾക്കൊരു ഭയങ്കര റിലാക്സേഷൻ അവിടെ ഫീൽ ചെയ്യും. അങ്ങനെ നിങ്ങൾക്കിത് എൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഏതൊരു ക്രിട്ടിക്കൽ സ്റ്റേജിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെഡിറ്റേഷനാണ്. മൈൻഡിനെ പെട്ടെന്ന് തന്നെ കാം ഡൗൺ ആക്കാൻ ഈ ഒരു മെഡിറ്റേഷന് കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ആ ഒരു മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. എന്നെ എൻ്റെ ലൈഫിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള മെഡിറ്റേഷൻ ആണ്. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നു, എനിക്ക് ഈ പറഞ്ഞ പോലെ എൻ്റെ ലൈഫിൽ ഈ ഇമോഷണൽ എല്ലാവർക്കും വരുന്ന കാര്യമാണ്. ഇമോഷൻസ് ഇല്ലാതെ മനുഷ്യന്മാരാണോ ഇമോഷൻസ് ഉണ്ടാവും. ഓക്കെ, പറയുന്ന പോലെ ദേഷ്യം ആയിക്കോട്ടെ, സങ്കടം ആയിക്കോട്ടെ, ആങ്സൈറ്റി, സ്ട്രെസ് എല്ലാം എല്ലാ മനുഷ്യന്മാരിലും ഉണ്ട്. നമുക്ക് മാത്രമുള്ളൊരു പ്രശ്നമല്ലാതെ. അപ്പോൾ ഈ പറയുന്ന പോലെ സിറ്റുവേഷൻ വേഴ്സ്റ്റ് ആവുന്ന സമയത്ത് നമുക്ക് ഇമോഷണൽ ഇംബാലൻസ് എല്ലാവർക്കും വരും. പക്ഷെ അതിനെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നവർക്ക് അവിടെ ഇമോഷണൽ ഇംബാലൻസ് ഉണ്ടെങ്കിൽ അവർക്ക് പ്രോപ്പർ ഡിസിഷൻ എടുക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ അവർക്ക് സിറ്റുവേഷൻ അനുസരിച്ച് അവരുടെ ഇമോഷൻസിനെ സ്വയം ബാലൻസ് ചെയ്തുകൊണ്ട് അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകാനും അവരെ കൊണ്ട് സാധിക്കും എന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്താ വെച്ചാൽ ലൈഫിൽ പിന്നീട് ബാക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് ബാക്ക് തിങ്ക് ചെയ്യുന്നത് നല്ലതല്ല. പക്ഷെ എന്നാലും പലരും നേരിടുന്ന ഒരു പ്രശ്നമായിരിക്കും, അങ്ങനെ പറയണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ആ സമയത്ത് അങ്ങനെ തീരുമാനിക്കണ്ടായിരുന്നു, ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് തെറ്റായിപ്പോയി, ഞാൻ അങ്ങനെ പറഞ്ഞത് തെറ്റായിപ്പോയി, എന്റെ ഡിസിഷൻ ശരിയല്ലായിരുന്നു, എടുത്ത് ചാടണ്ടായിരുന്നു എന്നൊക്കെ ചിന്തിക്കും. എപ്പോഴും ഇങ്ങനെ പെട്ടെന്ന് ഇമോഷണൽ ഇംബാലൻസിന്റെ പുറത്ത് തീരുമാനങ്ങൾ എടുത്താൽ നമ്മൾ റീതിങ്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും. പക്ഷെ ഇത്തരത്തിലാണ് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നത് എങ്കിൽ നിങ്ങൾക്കൊരു റീതിങ്കിന്റെ ആവശ്യം വരില്ല. അത് തെറ്റായിപ്പോയി എന്നൊരു തോന്നൽ ഒരിക്കലും വരില്ല. കാരണം നിങ്ങൾ ഇമോഷന്റെ പുറത്തല്ല തീരുമാനങ്ങൾ എടുക്കുന്നത്. ലൈഫിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഇമോഷണൽ ഇംബാലൻസിന്റെ പുറത്ത് ഒരു ഡിസിഷനും എടുക്കാൻ പാടില്ല. അത് നിങ്ങൾക്കും ഗുണം ചെയ്യില്ല, ചുറ്റുമുള്ള ഒരാൾക്കും ഗുണം ചെയ്യില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും ഇമോഷണൽ ഇംബാലൻസ് വന്നാൽ ഇറ്റ്സ് നോർമൽ, സാധാരണയായിട്ട് സംഭവിക്കുന്ന കാര്യമാണ് ഈ ഇമോഷണൽ ഇംബാലൻസ്. അത്തരത്തിലൊരു ഘട്ടം നേരിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് അതിനെ ബാലൻസ് ചെയ്തുകൊണ്ട് ഒരു നല്ല തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഒരിക്കലും ആ ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റിൽ ഇരിക്കേണ്ട കാര്യമില്ല. എപ്പോഴാണെങ്കിലും നമ്മളൊരു തീരുമാനം എടുത്തേ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ മുന്നിലുള്ള ഓപ്ഷൻസ് ഒന്ന് നോക്കുക. എന്നിട്ട് അതിൽ ഏറ്റവും നല്ലത് ഏതാണോ, നിങ്ങൾക്കും നിങ്ങളുടെ ചുറ്റുമുള്ള നിങ്ങളെ സ്നേഹിക്കുന്നവർക്കും ഏറ്റവും നല്ല തീരുമാനം എന്താണോ ആ തീരുമാനം ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമാവുമെന്ന് എനിക്ക് അത്രയ്ക്ക് വിശ്വാസമുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തുടർന്നുള്ള എന്റെ വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ ടാറ്റാ ബൈ ബൈ, സീ യു.